കോട്ടയം പള്ളിക്കത്തോട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആഹ്ലാദ പ്രകടനത്തിനിടെ കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ മരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. മരിച്ചത് പള്ളിക്കത്തോട് സ്വദേശി ജോൺ പി തോമസ് ആണ്. കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ഇയാളുടെ സഹോദരനുമായി സംഘർഷം ഉണ്ടാകുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ ചെന്നതാണ് ജോൺ. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഏതായാലും CCTV ദൃശ്യങ്ങളിലൂടെ എന്താണ് ശരിയായ വസ്തുത എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? സിജു, ഈ CCTV ദൃശ്യങ്ങളല്ല, ഈ പ്രദേശത്ത് സംഘർഷം ഉണ്ടാകുമ്പോൾ അടുത്ത് നിന്നൊരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ, അതായത് ഇന്നലെയാണ് കോട്ടയം പള്ളിക്കത്തോട് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ഭരണം LDF ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത്, അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി LDF മാറുന്നു. BJPക്ക് ഭരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്താൻ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നത്. ഇതിനിടയിൽ ഇയാളുടെ സഹോദരൻ, അതായത് ജോൺ പി തോമസ് ആണ് ഈ സംഘർഷത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാളുടെ സഹോദരൻ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസിഡന്റാണ്. സഹോദരനുമായി സംഘർഷം, സഹോദരനെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ജോൺ പി തോമസ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കോൺഗ്രസിന്റെ അമിതാഹ്ലാദ പ്രകടനം തോറ്റുപോയ സ്ഥാനാർത്ഥിയുടെ നേരെ ഉണ്ടാവുകയായിരുന്നു. അതാണ് ഈ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. പിന്നീട് ഒരാളുടെ മരണത്തിന് ഇടയാക്കാൻ ഉണ്ടായ കാരണം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ആ പ്രദേശവാസിയായ ഒരാൾ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പലയിടങ്ങളിലും സമാനമായ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ, ഈ UDF പ്രവർത്തകർ ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഇടതുപക്ഷ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ പുതുപ്പള്ളിയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ അവിടുത്തെ LDF പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ മണർകാട് മാലത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജയത്തിൽ വിരളി പൂണ്ട UDF പ്രവർത്തകർ LDF പ്രവർത്തകരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും കണ്ടത്. സിജു.